ഇപ്പോൾ സമയം 3 മണിയായിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലാണ്. ഇനി അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അവിടെ ചെന്നിട്ട് വേണം. 5:30 സ്റ്റേജിൻ്റെ അവിടെ റിപ്പോർട്ട് ചെയ്യണല്ലേ. അതെ, അപ്പം ചെന്നിട്ട് വേണം സ്റ്റേജിനൊക്കെ റെഡിയാക്കാൻ. ഇവിടുന്ന് കുളി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങായി. എല്ലാവരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വലിയ റൂം ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അവിടെ വന്നാൽ പോലെ 6 ആൾക്കാരുള്ളത്, 7 ആൾക്കാർ ടോട്ടൽ. 2 കുട്ടികൾ 7 ആൾക്കാർ. അപ്പോൾ 8 ആൾ കൂടിയാണ് കളിക്കുന്നത്. പേടിയില്ല? പേടിണ്ട് വെച്ചാൽ പേടിണ്ട്. ശരിക്കും കളിക്കൂലേ എന്നുള്ളൊരു പേടി. പോയേക്കുമ്പോൾ കാണുന്ന ഡ്രസ്സൊക്കെ മാറണം. കുറച്ച് നേരം ഇറങ്ങിയിട്ടുള്ളൂ. ഉറക്കൊന്നും വേണ്ട. പെട്ടെന്ന് ഉണർന്നിട്ടുണ്ട്. അലാറം അടിക്കുന്ന മുന്നേ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഉറക്കൊന്നും ഇതായില്ല. ഉറക്കെല്ലാം പ്രശ്നം റെഡി ആവൂലേ എന്തൊക്കെയോ ആണ് ടെൻഷൻ. ഇപ്പം എന്താല്ലേ ഞാൻ പോയോക്കെ ഇരുവായ്പന്നെ മുന്നല്ലേ. പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരു സ്റ്റേജേ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് 2 തവണ കളിക്കാനുള്ള ചാൻസ് കിട്ടി. പിന്നെ എന്താ ടെൻഷനായിരുന്നു എന്താ അറിയില്ല. സ്റ്റേജിൽ കയറി പരിചയമില്ലാത്തായിരുന്നു. ഫസ്റ്റ് കയറല്ലേ. പിന്നെ അവിടെ എന്താ വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം പാട്ടൊക്കെ നമുക്ക് യൂട്യൂബിൽ ഇടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. പിന്നെ ഇപ്പം അമ്മ പരിപാടി കഴിഞ്ഞു കേട്ടോ. സമയം 7 പരിപാടി കഴിഞ്ഞു. അമ്മ വരുത്തിയിട്ടുണ്ട്. ഇവർ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് ഞാനെപ്പോഴും
ഉള്ളിൽ കയറി തൊഴുത് വന്നു. എനിക്കിന്ന് ഉള്ളിൽ കയറിയിട്ട് ശരിക്കും ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല. ഭയങ്കര തിരക്കെന്നത്തെ പോലെ തന്നെ ഇന്നലെ കണ്ടല്ലോ. ഇന്നലെ കണ്ടു. അതാ പിന്നെ ഉണ്ടായത്. ഉള്ളിൽ കയറിയെന്നുള്ളൂ, ശരിക്കും ഭഗവാനെ കാണാൻ പറ്റിയില്ല. പിന്നെ എന്താ പറയാ, എന്നാലും ഒക്കെ ഭംഗിയായി. പക്ഷേ ഇന്നലെ കണ്ടല്ലേ സ്റ്റേജിൽ കയറിയപ്പോൾ ചെറുതായിട്ട് പറയല എന്തോ പോലെ ഫുള്ള് ബ്ലാങ്ക്, ഒന്നുമല്ല ചിന്ത, മൈൻഡിലൊന്നും വരില്ല. പിന്നെ കളിച്ച സ്റ്റെപ്പൊക്കെ എങ്ങനെയോ കളിച്ച് പോയതാണ്, ഒന്നും ഓർമ്മയില്ല. ആ സ്റ്റെപ്പൊക്കെ എവിടുന്ന വന്നു ഒന്നും അറിയണില്ല കേട്ടോ. സത്യമായിട്ട് ഒരു ഓർമ്മയും കിട്ടണില്ലേ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു കളിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ, ഇനി അറിയില്ല. ടെൻഷനാണ് മെയിനായിട്ട്. ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യണം, അപ്പോൾ ഗ്രൂപ്പിലോ അറിയണം, എല്ലാവർക്കും ധൈര്യം തന്ന ചേച്ചി ചെയ്യണം. ഇപ്പം എന്താ ഞാൻ ഇങ്ങനെ എല്ലാ കളിക്കുമ്പോഴും എല്ലാം വച്ചേക്കുന്ന ആളാണ്. എനിക്ക് എന്തോ പറ്റി അറിയില്ല. അത് ഫസ്റ്റായിട്ട് ആവും. പിന്നെ ഭഗവാന്റെ അടുത്ത് നിന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലേ. ഏതായാലും ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി സാരി എടുത്തു. പിന്നെ ഒരു ഫ്രോക്ക് നൈറ്റിയെ കൊണ്ടുവന്നത്, അതിട്ടിട്ട് ഇതിൽ നടക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ സാരി എടുത്ത് ഇനിയിപ്പോ വണ്ടിയിൽ ഫുള്ള് ഉറങ്ങാനാണ്. അതാണ് അമ്മ വായിരിക്കണ്ട. അമ്മ ഇനി കുറച്ചൊരു 3 മണിക്കൂറെങ്കിലും ആവും അമ്മ പുറത്തിറങ്ങാൻ. പിന്നെ ഇവിടെ ഭക്ഷണം കണക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഒന്നുകൂടി പോയി കണ്ടു എന്നിട്ട് മതി. ഞാൻ അപ്പൂസ് രാവിലെ തുടക്കം കണ്ടു. അപ്പൂസ ഇനിയിപ്പോ വരാലോ നമുക്ക് ഇനിയിപ്പോ അപ്പൂസിനെ കൊണ്ടുവരണം. പിന്നെ ഇന്നിവിടെ ഇന്നല്ല എന്നുണ്ട് രാവിലെ കഞ്ഞിയാണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണം. കുറെ ആൾക്കാർ കൊണ്ടുപോകണ്ടല്ലോ. ഒരു ബക്കറ്റില്ലേ തുകാത്രം പറയണ അതിന്റെ പാത്രത്തിൽ വഴിപാടായിട്ട് എടുക്കുന്നുണ്ട് തോന്നണേ, അറിയില്ല. അപ്പൊ എന്നാലും നമുക്ക് നറുക്കെടുപ്പിലൂടെ ഇത് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അത് ഒരു വട്ടല്ല രണ്ടട്ടല്ലേ കഞ്ഞിണ്ടോണല്ലേ കൊറേ കളിക്കാൻ പറ്റിയില്ലേ. അതാണ്. അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ. ഇനി എല്ലാരും ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് അവിടുന്ന് ഭയങ്കര പാട്ട് കേൾക്കണം, അതാണ് പകർത്താൻ പറ്റണില്ല. കൊണ്ടുവരണ ശരി കഞ്ഞി കൊണ്ടിരുന്ന ആൾക്കാർ വഴിപാടോ കഞ്ഞിയാണ്. പോകുന്നു കേട്ടോ. എല്ലാവരും നമ്മളെ ഒപ്പം കളിച്ച എല്ലാവരും ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും രാവിലെയാണ് വന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെ അടുത്തും വണ്ടി ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ വണ്ടിക്ക് അങ്ങനെ പോകുന്നു. എവിടെ എത്തിയമ്മ? കുറച്ചുകൂടെ എത്തിട്ടോ. ഗുരുവായൂരിൽ ഇറങ്ങി. ഭയങ്കര തിരക്കാണ്, വണ്ടിയാളെ തിരക്കാണ്. പിന്നെ ഉത്സവമല്ലേ, 4-ാം ദിവസം ഉത്സവം. 4-ാം ദിവസമായിട്ട് രാവിലെ അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ തിരക്ക് നിന്നോട് തിരിയാത്ത സ്ഥലമല്ല. പക്ഷെ ഭയങ്കര സമാധാനം, സന്തോഷം, എന്താ പറയുക, എല്ലാം കൂടിയായിരുന്നു. അതെല്ലാം ഒക്കെ എന്താ പറയുക, തൃപ്തിയായി. ഇനി വരാതുണ്ടിക്കാനോടൊക്കെ പറഞ്ഞിട്ടാണ് അത് പോന്നു അല്ലേ. എന്നാലും നമ്മളിങ്ങനെ ഒരു തിരുവാതിരക്കളി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചത്, പ്രതീക്ഷിക്കാതെ പലതും നടന്നു. അപ്പോൾ ഏറ്റവും സന്തോഷം, സമാധാനം. ഇന്നലെ തൊഴാൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ അങ്ങോട്ട് പോയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് തൊഴുതു. അപ്പോൾ തന്നെ ഏറെക്കുറെ സമാധാനമായി. എന്നിട്ടാണ് പിന്നെ വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ തിരിഞ്ഞത്. പിന്നെ ഇന്ന് രാവിലെ സന്തോഷേട്ടനും അപ്പൂസും കൂടി നേരിട്ട് കണ്ട് തൊഴുതു. പിന്നെ അമ്മ വീണ്ടും വരി നിന്നിട്ട് അമ്മയും തൊഴുതു. അങ്ങനെ ഞാനും
അങ്ങനെ പോയിട്ട് കയറി തൊഴുതതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ അങ്ങനെയൊക്കെ എല്ലാം നടന്നു കേട്ടോ. സന്തോഷനൊന്നും പറയില്ല. ഉറങ്ങല്ലേ എന്തായാലും പോരാൻ തോന്നുന്നില്ല, അതാ പ്രശ്നം. അത് പറയണേ പോരാ. എത്രയായാലും ഗുരുവായൂരൊന്നും പോയി നമുക്ക് പോരാൻ തോന്നില്ല. അപ്പൊ ഉറങ്ങിയോ? പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോവണ്ടേ, കുറച്ച് നേരം നമ്മള് പാറു ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് കൂടിയാണ് അല്ലേ നമ്മൾ കുറച്ച് സമയം കൂടിയൊക്കെ അവിടെ നിൽക്കും. ഇന്നലെ ഇട്ടിട്ട് പോയതല്ലേ. പക്ഷെ നോക്കാനൊക്കെ ആളെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ആക്കി കൊടുത്തേച്ചൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സമാധാനം സമാധാനമുണ്ട്. എന്നാലും എന്താ പറയാ, നമ്മളല്ലേ എപ്പോഴും കാണുന്നത്. എന്താണ് നമ്മള് എപ്പോഴും വരുന്ന സ്ഥലമല്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ. എപ്പോഴാ ഒരു ക്ഷീണവും കുഴക്കൊക്കെ വരാന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിലൊക്കെ ഉറങ്ങി പോയി. ഒരു വെയിലാണ് ഈ ഭാഗത്തേക്ക്. ആ വെയിലും കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട്. ഉണർന്നപ്പോ ഇതിലൊക്കെ വെള്ളം. പാലക്കാട് അപ്പൊ ഞങ്ങളിത് ഓറഞ്ചൊക്കെ കണ്ടിട്ട് വാങ്ങി. എന്ത് പക്ഷെ അപ്പൂന് ഉറക്കം വരുന്നുണ്ട്. ഒരു സാധനം വാഴക്കാക്കിയിട്ടില്ല. ഓറഞ്ച് കൊടുത്ത് തിന്നില്ല, വെള്ളം കുടിച്ച് കുറച്ച്. അല്ലാതെ ഓനൊന്നും വേണ്ട. ഞങ്ങളെ പോലെ എന്ത് കുടിച്ച് വായിക്കുന്ന സ്വഭാവമൊന്നുമില്ല. വായിക്കൊടുത്താലും കൂടി വേണ്ട. അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വായിലിങ്ങനെ വെച്ചുകൊടുക്കണം. പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ. മറ്റത് വണ്ടി പറ്റാത്ത ആളാണ്. പക്ഷെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അങ്ങനെ തന്നെ പാണ്ടിക്കാട് പോരുമ്പോൾ പാണ്ടിക്കാട് എത്തുമ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. എപ്പോഴാണ് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇവരിങ്ങനെ പറയണേക്കാം. അപ്പോഴാണ് പിന്നെ ഗുരുവായൂർ എത്തിയിട്ടാണ് ഒരു ഓർമ്മ ഉണ്ടായത്. ഇന്നിപ്പോൾ അവിടുന്ന് പോകുന്ന ഇവിടെ പെരിന്തൽമണ്ണ എത്തിയില്ലേ, ഇപ്പം ഛർദ്ദിക്കുന്നുണ്ട്. വേണം വേണം പച്ചക്കറി. അമ്മ ഇവിടെ കട ഉണ്ടായിരുന്നു, പാത്രങ്ങൾ വാങ്ങിയ നാള് ചെടിച്ചട്ടി. അപ്പൊ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് ഇനി കുറച്ച് പച്ചക്കറി കാണും. ഇങ്ങനെ വാങ്ങിക്കോട്ടെ. ഉള്ളി തക്കാളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തക്കാളിയൊക്കെ ഇങ്ങനെ കുറെ കൊടുക്കുന്നുണ്ട്. എത്ര കിലോയിലമ്മ? അപ്പൊ അവിടുന്ന് പാണ്ടിക്കാടുണ്ട്. അപ്പൊ പറഞ്ഞു ഇനി ഉണ്ടാവും പറഞ്ഞിട്ട് വാങ്ങാതെ പോകും. പക്ഷെ പിന്നെ എവിടെയാ സാധനം കണ്ടില്ല. അടുത്തത് ഭരതനാട്യം. പക്ഷെ എന്താ പറയാ, ചിത്രം വരെ ഉണ്ടെങ്കിൽ കൊടുക്കട്ടോ. നോക്കാം. പക്ഷെ എന്താ പറയാ, പിന്നെ ഭരതനാട്യം പഠിക്കാം. എന്താ പറയാ, കഴിച്ചു പേടിച്ചു എന്നറിയില്ലേ, അതുണ്ടായത്. ഇവിടുത്തെ ധൈര്യമൊന്നും കാണിച്ചില്ല. ശരിയായിക്കോളൂല്ലേ. കലകള് നമ്മളെ കയ്യില് വേണേ. എത്ര ആൾക്കാരോടോ ആർക്കും കിട്ടാത്ത ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. കൊറേ ആൾക്കാർക്ക് കിട്ടിയില്ലല്ലോ. 1600 ആൾക്ക് കിട്ടിയില്ലല്ലോ. അത് 400 ആൾക്കാർക്ക് 400 കിട്ടിയില്ലല്ലേ. കുറച്ച് ആൾക്കാർക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മളായില്ലേ. സ്റ്റേജിൽ നല്ല ഉത്സവല്ലേ, അപ്പൊ അത് തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ കിട്ടി. പിന്നെ അതല്ല, ഒരു സ്റ്റേജിലല്ല 2 സ്റ്റേജിൽ കളിച്ചു. 2 സ്റ്റേജിൽ കളിച്ചു. ഒന്നിലാ പറഞ്ഞത്. 2 പ്രാവശ്യം കളിച്ചു. 2 പ്രാവശ്യം കളിച്ചു. 1 രൂപ 10 പോയി നോക്കുന്നല്ലേ. ഇറങ്ങി നോക്കട്ടെ. പെട്ടില്ലേ. പക്ഷെ ട്രെയിനെ കാണാൻ പറ്റൂല. ഓരോ വിധത്തിലൊക്കെ പിടിച്ചിരിക്കും. നല്ലോണം കൈവിട്ട് പോയിണ്ട്. ഇന്നലെ തുള്ളി ഇറങ്ങിയിട്ടില്ലേ? 2-2.5 മണിക്കൂർ ഉറങ്ങി. അല്ല, കളി എങ്ങനെയുണ്ട്? ഇഷ്ടമായാലും കമന്റ് ചെയ്യും. തിരുവാതിരക്കളി എന്തൊക്കെ നല്ല വർക്കെടുക്കണം. എന്നാ പിടിച്ചപ്പോ കൂടെ ട്രെയിന് കണ്ടോ? മുന്നില് ഇനി അടുത്ത പോക്ക് ഞാനും അമ്മയുണ്ടോ തിരുവനന്തപുരം പോവാനായി. ടിക്കറ്റ് ഇതിപ്പോ ഒരു പോക്കാണല്ലേ അമ്മ. ഇതിപ്പോ സുഖല്ലേ? അതാണ് പോക്കാണ്. രാത്രി 8:00 പോയ പിറ്റേന്ന് 5:30 അവിടെ എത്തും. പിന്നെ അവിടെ തിരിച്ച് അവിടെ ചെന്നൊരു ലോകാണ്. ട്രെയിന് പോയടാ?
ട്രെയിന് പോയിട്ട് വണ്ടി പോകുള്ളല്ലോ, ഇതിട്ട് നമ്മള് വണ്ടിയിൽ പോകുള്ളൂ. അപ്പൂസ ട്രെയിനിൽ കയറിണ്ട്? അപ്പൂസ ഉണ്ടോ? എന്ന് ട്രെയിനിൽ പോകുന്നുണ്ടല്ലോ. സാറായി വരട്ടെ, പാലായി വരാൻ ഈ കാട്ടൊക്കെ ഇനി എടുത്താവും ഇവിടെ. ഇത്രയും കല്ലിന് കടിയുണ്ടോ? അങ്ങോട്ടൊക്കെ കല്ല് പൊട്ടിച്ചെടുക്കണേ. നല്ല സുഖാണേ, താവണ വീടില്ലല്ലോ. നല്ല കമ്പിയൊക്കെ കമ്പി പൊട്ടിച്ച് കാണിച്ചപ്പൂസ കാണില്ല. അത് നല്ല വെയിലത്ത് നിന്നിട്ട് വണ്ടി പോയിട്ടുണ്ടോ? പോകാതെ കടത്തി വിടുവോ? ഇത് ഗേറ്റ് അടവ് ഇല്ലേ? കേട്ട തന്നെയാണ് അത് ഞങ്ങൾ വിളിച്ച റോഡ് പണിയായിട്ട് അതിനാണ് കേട്ടിടവ്. പട്ടിക്കാടില്ലേ? പട്ടിക്കാട് നമ്മളെ സബ്സ്ക്രൈബർമാർ കുറെ ഉണ്ട് കേട്ടോ. ചുങ്കം പട്ടിക്കാട് എല്ലാവർക്കും ഹായ് ഉണ്ട്. ഞങ്ങളിതിലെ പോടുണ്ട്. ഞാനതാണ് ഇന്നലെ പോയി പറയാം, കുന്നംകുളം പട്ടാമ്പി ആ സ്ഥലങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞത് അതാണ്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഞങ്ങൾ പോയി എന്ന് പറയാനാണോ. ഇനിയിപ്പോ ഉള്ളത് അറിയണത് ഇപ്പൊ നമ്മൾ ഇന്നലെ പോയത് ഏളവള്ളി. ഞങ്ങൾ പറഞ്ഞു അവിടെ കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോ കാണുന്നത്. പുറത്തിറങ്ങുമ്പോഴല്ലേ അറിയുള്ളൂ കാണുമ്പോ. അങ്ങനെ എത്ര ആള്, കുറെ അമ്മമാരും എല്ലാവരും, പിന്നെ കുറെ വേറെ ബാംഗ്ലൂര് പുറത്ത് ബോംബെന്ന് വർത്താനം പറയാനെങ്കിൽ എല്ലാരും ഇപ്പൊ ഭക്തിന്റെ മൂഡിലല്ല സംസാരിക്കാൻ. കുറച്ചേരം സംസാരിക്കാം. എന്നാലും അതിന്റെ ഉള്ളൊന്നും കൂടി. ഹലോ ആ അതെ, മറ്റേ ഐഫോണിലല്ലേ, അതില് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ, എടുത്തോണ്ട് പോവാണ്. ഞങ്ങള് പട്ടിക്കാട് എത്തി. പട്ടിക്കാട് ഇവിടെ എത്തി. ഗേറ്റ് അടവിന്റെ എത്തിയോ? ഞങ്ങളെ ബാക്കിലോ വീട്ടിലെത്തിയോ? പെരും ബ്ലോക്കിലാ? ഇവിടുന്ന് വണ്ടി വരണ്ടേ? എല്ലാ ഭാഗത്തും വണ്ടി. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ലോ. ഉള്ളി, തക്കാളി, പുളി കഴിഞ്ഞിട്ടോ. നാളെ കണ്ടേച്ചിട്ട് വണ്ടിക്കാരൻ പുളി, ഓറഞ്ച്, മുന്തിരി നല്ല വാങ്ങിണ്ട്. ഈ പാറുവിന് ചോക്ലേറ്റ് കൂടി വാങ്ങിയാൽ മതി. സ്ഥലത്തെത്തിയിട്ട് പാറോസിലുള്ള സാധനം വാങ്ങണം, അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് നമ്മളന്നത്തെ വിശേഷം. നമ്മളെ വീട്ടുവിശേഷമൊക്കെ ആയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ നാളെ